Hello guys, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണ് ഗൈസ്? പറയൂ. What happened to us? നമ്മുടെ വീഡിയോ ഇട്ട് കുറേ നാളായി. കുറേന്ന് പറഞ്ഞാൽ കുറേ നാളായി. 8ന്റെ പണി ഇട്ടേക്കുവായിരുന്നു ഗൈസ്. സ്നേഹയ്ക്ക് 8ന്റെ പണി ഇട്ടേക്കായിരുന്നു, എനിക്കും പണി. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി കണ്ടന്റ് ഒത്തിരി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചായിരിക്കും ഇനി കണ്ടന്റ് ഒക്കെ വരിക. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം അല്ലേ ഗൈസ്? യെസ്. അപ്പോൾ നമുക്ക് എന്താണ് ഞങ്ങൾക്ക് സംഭവിച്ചത് എന്ന ആ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ എന്താണ് പറയൂ. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോവാണ്. പക്ഷെ അതിന് മുമ്പ് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണ് ആ ട്വിസ്റ്റ്? നമുക്ക് നമ്മുടെ ഒരു ഗ്രൂപ്പിൽ നമുക്കൊരു കുറിപ്പുണ്ട്. നമുക്ക് അവളുടെ പേര് നമുക്ക് പരിചയപ്പെടുത്താം. അവളെ നമ്മൾ ഈ വീഡിയോയ്ക്ക് സ്പോൺസർ ചെയ്യാണ്. സ്പോൺസർ പേരെന്താ? ഹായ് പറ. അതെ, ഹായ്. പേരെന്താ? ഒറ്റയ്ക്ക് ആൻസിയ സേവിയാണ് എന്റെ പേര്. ഇവരെന്നെ വിളിക്കുന്ന കുരുപ്പെന്നാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവും നമ്മുടെ ഒരു ഗ്രൂപ്പിലൊരു കുറിപ്പ്. അപ്പൊ നമ്മളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കുറച്ച് നേരമായിട്ട് പറഞ്ഞു. അപ്പൊ നമ്മൾ ചെയ്യാമെന്ന് കരുതിട്ടോ. അല്ലെ, നമ്മുടെ ടീമിലെ യങ്ങസ്റ്റ് നമ്മുടെ ടീമിലേറ്റ് യങ്ങസ്റ്റ് ആണ്. നമ്മുടെ ടീമില് നിങ്ങൾ കണ്ടിട്ടുള്ള പോലെ ഞാനും നേഹയും ഇപ്പം ഇവളും പിന്നെ നമ്മുടെ ജോണ് മാത്രമല്ല ഇനിയും ആളുകളുണ്ട്. എനിക്കറിയില്ലാത്തതാണ്, അത് വഴിയെ പറ്റി. അപ്പൊ ഗൈസ്, നമ്മുടെ സിയാമോൾ, നിനക്ക് എന്തെങ്കിലും ഇവരോട് പറയാനുണ്ടോ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമല്ലേ? അതിന്റെ ഉത്തരം നിങ്ങൾ കമന്റിലായിട്ട് പറയുക. പിന്നെ ഞങ്ങളെ കുറിച്ച് അഭിപ്രായം എന്താ? ഇവര് രണ്ടുപേരും ചേച്ചിമാരാണ്. ഇവളുടെ ഒരു പാട്ടുണ്ട്. ആ പാട്ട് ഞാൻ പാടാം. പാൽക്കരി പെണ്ണേ പാലുന്നതായോ, പാലത്തിലൂടെ പായുന്നതായോ. അത്രേ ഉള്ളൂ. പിന്നെ ഒട്ടും സുഖമല്ല, ഞങ്ങൾക്ക് സുഖമല്ല. കാരണം എനിക്ക് അടിയും മനുഷ്യനടിക്കുക. എക്സാംസ് ഒക്കെ ഓവർ. മുട്ട ചീഞ്ഞു പോയി. അല്ല മുട്ട താഴത്തേക്ക് പോയില്ല. അതല്ല, മുട്ട മേളിന്ന് താഴത്തേക്ക് പോയി. മുട്ടത്തലടിച്ച് ഒന്നും മനസ്സിലാതെ മുട്ടത്തലടിച്ച് പണിക്ക് പോവാം. നമ്മുടെ സിയാമോക്ക് എല്ലാവർക്കും സമയമായിരിക്കുന്നു. ഞാൻ പോവാണ്. അപ്പൊ പോവാണ്. ടാറ്റാ. ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, വാട്ട് ഹാപ്പൻസ് ടു അസ്. ഇത് നമ്മൾ ദൂരം വിളിച്ചിട്ടില്ലേ? നമുക്ക് 2 പ്രധാന പ്രശ്നങ്ങൾ കാരണമാണ് ഒത്തിരി നാളത്തോട്ട് വീഡിയോ ഇടാൻ പറ്റാതെ വന്നത്. ഒന്നാമത്തെ പ്രശ്നം, നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഫോണും നമ്മളെ യൂട്യൂബ് ചാനലിലുള്ള ഫോണും ഒരേ ഫോണായിരുന്നു. അത് നിർഭാഗ്യവശാൽ എൻ്റെ കയ്യിൽ നിന്നും പൊട്ടി. സാക്ഷി നേഹണ്ടായിരുന്നു, ചെറിയ എലിപ്പാട്ടോ. അത് ചെറിയൊരു ഇവളുടെ എലിപ്പം കൊണ്ട് സൈക്കിളിൽ നിന്ന് ഫോൺ പൊട്ടിപ്പോയി, സ്ക്രീനൊക്കെ പൊട്ടിപ്പോയി. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ആ ഒരു ഫോണിൽ എക്സാം വന്നു. അതുകൊണ്ട് എക്സാം കഴിഞ്ഞിട്ടാണ് എല്ലാം നമ്മുടെ കൈകളിൽ കിട്ടിയത്. പുതിയ ഫോൺ വന്നു. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ബുദ്ധിമുട്ടി രാത്രി 2 മണിക്കാണ് ഞാൻ യൂട്യൂബ് ചാനൽ ഫോണിൽ കിട്ടിയത്. അങ്ങനെ സംഭവം ഉണ്ട്. നിങ്ങളൊക്കെ അതൊക്കെ മനസ്സിലാക്കണം, സിറ്റുവേഷൻ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കുക. ശരിക്കും സത്യമായിട്ട് 2 മണിക്കാണ്, 2 മണിക്ക് വരെ കഷ്ടപ്പെട്ടിട്ടാണ് അത് എടുത്തത്. നല്ലതാണ്, പക്ഷെ സബ്സ്ക്രൈബേഴ്സ് ഇവളെ എനിക്ക് അറിയത്തില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാം, എനിക്കറിയത്തില്ല. സ്റ്റേ അവേ. എന്താണ് എന്തായാലും ആരും ഒന്നും എടുക്കണില്ല. നമുക്ക് വളരെ ലീസ്റ്റ് സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളൂ. എന്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇപ്പൊ 1.3K വ്യൂസ് വന്നിട്ടുണ്ട്. പക്ഷെ സബ്സ്ക്രൈബേഴ്സ് അതനുസരിച്ചില്ല. അത് സന്തോഷമാണ്, പക്ഷെ സബ്സ്ക്രൈബേഴ്സ് ഇത്തിരി വേണം. ലൈക്കും പോരാ. ചാനലാണ്, പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞ ലൈക്കും പോരാ. നേഹയ്ക്ക് ഫാൻസ് ഉള്ളതാണ് നമ്മൾ നേഹനെ കൂടെ കൂട്ടുന്നത്. എനിക്ക് ഫാൻസ് ഒന്നും ഇല്ല. കമന്റിൽ ചിലരൊക്കെ നേഹ സൂപ്പർ ആണോന്ന് പറഞ്ഞ ഒരു കമന്റ് കണ്ടായിരുന്നു. നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം. ഏത് വീഡിയോക്ക് വന്ന് നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം കേട്ടോ. സത്യമായിട്ട് നമ്മുടെ ഏതാ ഹൗ വിൽ യു നോ മൈ ബെസ്റ്റ് എന്ന് പറഞ്ഞ ചാലഞ്ചിലാന്ന് തോന്നുന്നു. കമന്റിൽ നേഹ പൊളിയാണോ, നേഹ സൂപ്പർ ആണോ ഏതോ പറഞ്ഞൊരു കമന്റ് ഞാൻ വായിച്ചത് ഓർക്കുന്നുണ്ട്. ഏത് പറഞ്ഞത്തിൽ എന്തായാലും ഉണ്ട്. നിന്റെ പോയിട്ട് ഞാൻ ഏറിലെത്തി. ശരി, അങ്ങനെ കമന്റ് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്കെടുത്ത് നോക്കണം. നേഹ വീട്ടിൽ പോയി എടുത്ത് നോക്കട്ടോ. ഓക്കെ. അപ്പൊ നമ്മുടെ
ഞാൻ ഒന്നാമത്തെ കാരണം പറഞ്ഞത് നമ്മുടെ ആ ഫോണിൻ്റെ അത് കുറച്ച് പണി ആയിരുന്നു. കാരണം നമ്മുടെ യൂട്യൂബ് എന്നിട്ട് എടുത്ത് അവസാനം യൂട്യൂബ് ചാനലൊക്കെ എടുത്ത് ബാക്കപ്പ് ചെയ്ത് യൂട്യൂബ് സ്റ്റുഡിയോ ഒക്കെ എടുത്ത് അതൊക്കെ നമ്മൾ ഓക്കെ ആക്കി. പിന്നീട് രണ്ടാമത്തെ ഇൻസിഡൻറ്റ് അത് കുറച്ച് വിചിത്രകരമല്ല, ഇത്തിരി അത് മറ്റേ കുറച്ച് റിസ്ക് വന്നൊരു സംഭവം. സെക്കൻഡ് വന്നതാണ്. ഞാൻ പറയാട്ടോ, അത് എന്റെ ആക്സിഡന്റ് തന്നെയാണ്. എന്റെ ഒരു ആക്സിഡന്റ് ആണ്. ഞാൻ അമ്മയുടെ ഒരു ശിഷ്യഗണത്തിൽ നിന്ന് വീണു. ശിഷ്യഗണം എന്ന് പറഞ്ഞാൽ അമ്മയുടെ എപ്പോഴും കൂടെ നടക്കുന്ന, അമ്മയുടെ മുത്തായ സ്വത്തായ, അമ്മയുടെ വിശ്വസ്തനായ ഒരു മാനേജറിനെ പോലെയാണ് അമ്മയുടെ സ്കൂട്ടർ. ആ സ്കൂട്ടറിൽ നിന്ന് ഞാൻ സ്കിഡായിപ്പോയി. സ്കിഡായിട്ട് വീണു. എന്നിട്ട് കണ്ണങ്കാലി തന്നെ കൊണ്ടിടിച്ച്. ഞാൻ പ്ലാസ്റ്ററിൽ കെട്ടി. എന്നിട്ടാണെങ്കിൽ പരീക്ഷ പോയി എന്ന് വിചാരിച്ച് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ടീച്ചർ മര്യാദക്കൊന്നും പരീക്ഷ എഴുതിക്കോളാൻ പറഞ്ഞേ. എന്നിട്ട് മറ്റു കുട്ടികളൊന്നും എഴുതിപ്പിച്ചില്ല, അവര് കയർ താമസമായിട്ട്. ടീച്ചർ നേരെ കൊണ്ട് പരീക്ഷ എഴുതിച്ചു. പക്ഷെ പരീക്ഷ എഴുതായിരുന്ന വേറെ നിസ്സാര കേസ് പറഞ്ഞ് വീട്ടിൽ കയറിയിരുന്ന പിള്ളേരെ കൊണ്ട് പരീക്ഷ എഴുതിച്ചില്ല. ഇവിടെ ഫെയർ അല്ല. എന്നിട്ട് ഞാനാണെങ്കിൽ ദേഷ്യപ്പെട്ടു. എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു PTA മീറ്റിംഗ്സ് നോക്കിക്കോളാം. കാണിച്ചു കൊടുക്കുമോ? ഞാൻ സൈഡിൽ നിൽക്കുള്ളൂ. ഞാൻ അമ്മയുടെ പപ്സ് കഴിക്കാൻ വേണ്ടിട്ട് പോണതാ. അമ്മയുടെ പപ്സ് ഞങ്ങൾക്ക് PTA മീറ്റിംഗ് ആണ്. അപ്പം ഇവരുടെ PTA മീറ്റിംഗ് എന്താന്ന് ഇവർക്ക് പോലും അറിയത്തില്ല. PTA മീറ്റിംഗ് ഇവന്റെ ഫ്രൈഡേ ആണ്. ഇവന്റെ ഫ്രൈഡേ മീൻസ് ഇന്ന് വെനസ്ഡേ ആണ്. നാളെ കഴിഞ്ഞാണ് എൻ്റെ PTA മീറ്റിംഗ്. അപ്പോൾ PTA മീറ്റിംഗ് കഴിഞ്ഞ് എനിക്ക് വീട്ടിൽ പോകാം. വീട്ടിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചായ കുടിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ചായ കുടിക്കില്ല, പകരം ഷേക്ക് മേടിക്കും. അയ്യോ, നീ ഷേക്ക് കുടിക്കൂടെ? ഞങ്ങളൊന്നും ചെയ്യില്ല. ചെയ്യിപ്പിക്കണം, ഈ പ്രാവശ്യം ചെയ്യിപ്പിക്കണം. യെസ്. കാരണം ഞങ്ങളുടെ എക്സാംസ് ആണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ വീഡിയോക്ക് ഓഫ് ആയിട്ടാ, നമ്മൾ ശ്രദ്ധിച്ചില്ല. പേടിക്കും. എന്റെ പൊന്നു PTA മീറ്റിംഗ്. അപ്പൊ ഞങ്ങൾ ഈ പ്രാവശ്യത്തെ എക്സാം ഭയങ്കര ടഫായിരുന്നു. അത് തന്നെ. പിന്നെ എനിക്ക് പിന്നെ ഒട്ടും പഠിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഒരുപാട് ദേശം ടീച്ചറിനെ. പൂച്ച എന്റെ പൊന്ന് കുണ്ടി കളിക്കാനുള്ള വേണം. അടിപൊളി. ഇങ്ങനത്തെ ഡേർട്ടി മൈൻഡ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബിലോ. ഞങ്ങൾ ആടുന്നതായിട്ട് തോന്നുന്നുണ്ടാവും. ഈ ഊഞ്ഞാലിട്ട് ആട്ടുന്നതാണ്. ഒരു ഊഞ്ഞാലാണ്. എന്റെ വീടിന്റെ പുറത്താണ് ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെ ലൈറ്റ് ഉണ്ട്, അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ആട്ടല്ലേ. അങ്ങനെ. അപ്പൊ ഇത് പറയാനാണ് നമ്മൾ ഇത്രയും ലോങ് വീഡിയോ ആയിട്ട് വന്നത്. പക്ഷെ നിങ്ങൾ എന്നാലും നോക്കില്ല, ഈ 2 കാരണവശാൽ നിങ്ങൾ ഇത്രയും നാളെന്താ വീഡിയോ ഇടാത്തേന്ന്. പക്ഷേ അത് തന്നെ വലിയൊരു കാര്യമാണ്. എനിക്ക് എക്സാം വന്നു 2 ആഴ്ച അങ്ങനെ പോയി. അതുകൊണ്ട് 2 ആഴ്ച പറയുന്നില്ല. ഇനി പ്രത്യേകിച്ച് നമുക്ക് ഈ 2 പ്രശ്നങ്ങളാണ്. ഈ 2 പ്രശ്നങ്ങളാണ് സംഭവിച്ചത്. അത് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ലേറ്റ് ആയിപ്പോയി. ഇനിയും ചിലപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആകും. എഡിറ്റ് ചെയ്യണം, നമുക്ക് സമയം കിട്ടില്ല. കാരണം നമ്മൾ ഹൈസ്കൂളാണ്. ഓണം അല്ല ക്രിസ്മസ് എക്സാം വരുന്നു, PTA മീറ്റിംഗ് വരുന്നു. ഇനി അടുത്ത എക്സാം അതൊക്കെയാണ്. മൊത്തത്തിൽ ബിസിയാണ്. പക്ഷെ എന്തൊക്കെ ബിസി കിട്ടുന്ന സമയം മൊത്തം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഓടണം, അല്ലെങ്കിൽ യൂട്യൂബിൽ ഷോർട്സ് ഓടണം. ഞാൻ നോക്കുന്നത് പെട്ടെന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് TV കാണാൻ. എടാ, നമ്മുടെ ലൈഫില് വെള്ളം, ഫുഡ്, TV, പാരന്റ്സ്, ഫാമിലി പിന്നെ ഈ ലോകം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മൾ പറഞ്ഞാലും വീണ്ടും പറയുന്നു. വിശ്വസിച്ച് വെറുപ്പിക്കില്ലെന്ന് കരുതുന്നു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാനും നേഹയും കൂടെ ഒത്തിരി നാളുകൾക്ക് ശേഷം ഒരുമിച്ചാണ് വീഡിയോ ഇടുന്നത്. ഒത്തിരി നാളുകൾക്ക് ശേഷമുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനി ആവശ്യമുണ്ട്. സപ്പോർട്ട് ഒട്ടുമില്ല, ഭയങ്കര സപ്പോർട്ട് കുറവാണ്. നമ്മുടെ വീഡിയോ കാണുന്നതിൽ ഓൾമോസ്റ്റ് 3/4 ഭാഗത്തിൽ കൂടുതലും ആളുകൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ചുമ്മാ പറഞ്ഞ
നമ്മളെന്നും കുട്ടീസാണ്. ബൈ ബൈ.